Afternoon students. നമ്മൾ ഇന്ന് +1 സ്റ്റാറ്റിസ്റ്റിക്സ് പാർട്ടിലെ ചാപ്റ്റർ 3 ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ എന്ന ലെസൺ ആണ് ഇവിടെ നോക്കുന്നത്. ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ, അതായത് ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആ റോ ഡാറ്റയെ, അതായത് അസംസ്കൃത ഡാറ്റയെ എന്താക്കുക, ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഏത് ഡാറ്റ അങ്ങനെയാണ് അല്ലേ. ഇപ്പം നമ്മളൊരു എക്സാം എടുത്തു കഴിഞ്ഞാലും നമ്മൾ ആദ്യം ചെയ്യണത് എന്താണ്, ഏതൊരു ഡാറ്റ കളക്ഷനിലും നമ്മൾ എന്താണ് ആദ്യം ആ ഡാറ്റയെ ഒന്ന് ഓർഗനൈസ് ചെയ്യും. അതായത് തരംതിരിച്ച് അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ അല്ലെങ്കിൽ എന്തിൻ്റെങ്കിലുമൊക്കെ ബേസിൽ, അതായത് ക്വാണ്ടിറ്റേറ്റീവ് ബേസിൽ എന്ന് പറയും. അസെൻഡിങ് ഡിസെൻഡിങ് ഒക്കെ പറയുമ്പോഴും ക്വാണ്ടിറ്റേറ്റീവ് ആവും. അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിലോ മെയിൽ ഫീമെയിൽ അടിസ്ഥാനത്തിലോ ഒക്കെ അതിനെ തരംതിരിച്ച് അതിന് ശേഷമാണ് അതിൻ്റെ ഒരു വാല്യൂ എന്നുള്ളത് നടക്കുന്നത് അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ ഡാറ്റയെ അവതരിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. അതായത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ ഇതിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ആണ്. അത് കഴിഞ്ഞാലാണ് പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ, അതായത് ഗ്രാഫുകളിലും ഡയഗ്രങ്ങളിലും ഒക്കെ ആയിട്ട് ഡാറ്റയെ പ്രസൻറ്റ് ചെയ്യുന്നത്. അതിനുശേഷം അനാലിസിസ്, ഇൻ്റർപ്രിട്ടേഷൻ, അങ്ങനെ സ്റ്റെപ്പ്. അപ്പോൾ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിലുടനീളം പഠിക്കുന്നത് ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോഴുള്ള സ്റ്റെപ്സ് ആണ്. അതിൻ്റെ ഓരോന്നും വിശദമായിട്ട് നമ്മൾ ഓരോ ചാപ്റ്ററിലൂടെ പഠിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താണ് റോ ഡാറ്റ എന്നറിയണം. റോ ഡാറ്റ എന്ന് പറഞ്ഞാൽ അൺക്ലാസിഫൈഡ് ഡാറ്റ അല്ലെങ്കിൽ അൺപ്രോസസ്ഡ് ഡാറ്റ എന്നാണ് പറയുക. എന്താണ് റോ ഡാറ്റ മീൻസ് ദ അൺക്ലാസിഫൈഡ് ഓർ അൺപ്രോസസ്ഡ് ഡാറ്റ ഇസ് കോൾഡ് റോ ഡാറ്റ. നിങ്ങൾ മാർക്ക് ചെയ്യുക ആദ്യത്തെ സെൻറ്റൻസ് കേട്ടോ. റോ ഡാറ്റ ഇത് നോട്ടിലേക്ക് എഴുതിയിട്ടും ഉണ്ടാവണം നിർബന്ധമായും. എന്നിട്ട് ടീച്ചർക്ക് ഫോട്ടോ എടുത്ത് വിടുകയും വേണം കേട്ടോ. അപ്പോൾ റോ ഡാറ്റ എന്താണെന്നുള്ളത് എഴുതി കഴിഞ്ഞാൽ ഡാറ്റയെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഡാറ്റയുടെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റയുടെ ആദ്യത്തെ സെൻറ്റൻസ് നോക്കുക. ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ ഇസ് ദ പ്രോസസ് ഓഫ് അറേഞ്ചിങ് ഡാറ്റ ഇൻ ടു ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഓർ ക്ലാസസ് അക്കോർഡിംഗ് ടു ദർ റിസംബ്ലൻസ് ആൻഡ് സിമിലാരിറ്റീസ്. അതായത് റിസംബ്ലൻസസിൻ്റെയോ സിമിലാരിറ്റിയുടെയോ, അതായത് സാമ്യതകളുടെ അടിസ്ഥാനത്തിൽ ഡാറ്റയെ ഓരോ സെക്ടേഴ്സായിട്ട് തരംതിരിക്കുന്നതിനാണ് എന്ത് പറയുന്നത്, ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ആ സെൻറ്റൻസ് ഡെഫിനിഷനായിട്ട് മാർക്ക് ചെയ്യുക. ഇനി ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത് കേട്ടോ. ഡാറ്റയെ ക്ലാസിഫൈ ചെയ്യുന്നതിൻ്റെ ടൈപ്പ്, അതായത് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ഡാറ്റയെ ക്ലാസിഫൈ ചെയ്യുന്നത്. ആദ്യത്തേത് ക്രൊനോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ്. രണ്ടാമത്തേത് സ്പേഷ്യൽ ആൻഡ് ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ്. മൂന്നാമത്തേത് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ആണ്. നാലാമത്തേത് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പം എന്താണ്, ഡാറ്റയെ 4 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഇത് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ട് എപ്പോഴും എക്സാമിന് വരാറുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇത് വളരെ സിമ്പിളാണ് മക്കളെ. ഇത് നമ്മൾ ഓരോന്നും ആ ഒരു എക്സാമ്പിളിൻ്റെ സഹായത്തിൽ നമ്മളത് ഓർത്തു വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്കത് ഓർമ്മയിൽ നിൽക്കും. അതായത് ക്രൊനോളജിക്കൽ ക്ലാസിഫിക്കേഷൻ നമുക്കൊന്ന് ആദ്യം നോക്കാം. ക്രൊനോളജിക്കൽ, ആസ് ഇറ്റ്സ് നെയിം ഇൻഡിക്കേറ്റ്സ്, ക്രൊനോളജിയുടെ ബേസിൽ ഡാറ്റയെ ക്ലാസിഫൈ ചെയ്യുന്നതാണ് ക്രൊനോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. അതായത് ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഇയർ അല്ലേ, ഒരു വർഷം 1991 പോപ്പുലേഷൻ. അതായത് ടീച്ചർ ഇപ്പോഴേ എഴുതിയിരിക്കുന്ന ഡാറ്റ ഒന്നും ഒരിക്കലും എന്തല്ല കൃത്യമായിട്ടുള്ള ഒരു ഇതൊന്നുമല്ല കേട്ടോ. ടീച്ചർ ഉദാഹരണത്തിന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയെന്ന് മാത്രം. അപ്പോൾ ഈ ഡാറ്റയുടെ കൃത്യത ഇവിടെ പ്രധാനമില്ല. കാരണം നമ്മൾ എന്താണ് ക്രൊനോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് എഴുതാൻ വേണ്ടിയിട്ട്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നോക്കിയാൽ നിങ്ങൾ 1991 10 വർഷം കൂടുമ്പോഴാണ് അല്ലേ സെൻസസ് നടക്കുക. ഇന്ത്യയിലെ സെൻസസ് അനുസരിച്ച് പിന്നെ 2001, 2011, 2021 പോപ്പുലേഷൻ ഇൻ ക്രോറിലോ അങ്ങനെ ബില്യണിലോ ഒക്കെ ആയിട്ട് നമ്മൾ പറയുമ്പോഴാണ് ഇങ്ങനെ ഡാറ്റയുടെ രൂപത്തിൽ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത് ഇനി വേണമെങ്കിൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ എന്ന് കൊടുത്താലും ഇത് ക്രൊനോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ്. അതല്ല, ഇനി ഇത് എന്താണ് ദിവസത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ എന്നാണെങ്കിൽ, അപ്പോൾ ആ ഒരു ക്രൊനോളജിക്കൽ ബേസിൽ ഡാറ്റയെ അറേഞ്ച് ചെയ്യുന്നതിനാണ് ക്രൊനോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് എന്താണ്, സ്പേഷ്യൽ ഓർ ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ്. അതും നിങ്ങൾക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ജോഗ്രഫിക്കൽ അല്ലേ, അല്ലെങ്കിൽ സ്പേഷ്യൽ, സ്പേസ്, സ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ ഡാറ്റയെ ക്ലാസിഫൈ ചെയ്യുന്നതിനാണ് സ്പേഷ്യൽ ഓർ ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമുക്ക് എന്തെടുക്കുക, ഇപ്പം ഇവിടെ കൺട്രി ആണ് നമ്മൾ എഴുതുന്നത് എന്ന് വിചാരിക്കുക. കൺട്രി ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ, അങ്ങനെ വിവിധ രാജ്യങ്ങളോ അല്ലെങ്കിൽ സ്റ്റേറ്റ്സോ അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റോ
അല്ലെങ്കിൽ പഞ്ചായത്തോ ഏതെങ്കിലും സ്ഥലങ്ങളുടെ ജോഗ്രഫിക്കൽ ആയിട്ടുള്ള പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഡാറ്റയെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നതിനാണ് സ്പേഷ്യൽ അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതായി ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിൽ. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇത് പറഞ്ഞപ്പോൾ എന്താണ്, ഇന്ത്യയിലെ പോപ്പുലേഷൻ പറയുമ്പോൾ നമ്മൾ പറയാണ് ഫോർ എക്സാമ്പിൾ മെയിൽ ഇത്ര, ഫീമെയിൽ ഇത്ര, മെയിൽ ഇത്ര, ഇപ്പോൾ 25, 10, 30, 16 ഇങ്ങനെ. അതായത് മെയിൽ ഇത്ര, ഫീമെയിൽ ഇത്ര. മെയിൽ ഫീമെയിൽ റേഷ്യോ എന്ന് പറഞ്ഞാൽ അത് ക്വാളിറ്റേറ്റീവിൽ വരുന്നതാണ്. ജെൻഡറും അതുപോലെ നാഷണാലിറ്റി, ഇൻ്റലിജൻസ് ഇതൊക്കെ എന്തിലാണ് വരിക? ക്വാളിറ്റേറ്റീവ് ഡാറ്റയിലാണ് വരിക. അപ്പോൾ ഇതൊക്കെ എന്തിൽ വരും? മെയിൽ ഫീമെയിൽ ആക്കിയപ്പോൾ ഇത് ക്വാളിറ്റേറ്റീവ് ഡാറ്റയായിട്ട് മാറി. മനസ്സിലായോ? ഇനി അടുത്തത് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുമ്പോൾ കൃത്യമായി അളവിൻ്റെ അടിസ്ഥാനത്തിൽ ഡാറ്റയെ ക്ലാസിഫൈ ചെയ്യുന്നതിനാണ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, അതായത് സ്റ്റുഡൻസ്, നെയിം ഓഫ് സ്റ്റുഡൻറ്റ്, പിന്നെ അവരുടെ ഹൈറ്റ്, ഇങ്ങനെ കുട്ടിയുടെ പേരെഴുതി നമ്മളിവിടെ ഹൈറ്റ് എഴുതി, അല്ലെങ്കിൽ വെയിറ്റ്, ഇതൊക്കെ എന്തിൽ വരുന്നതാണ്? അങ്ങനെ നമ്മൾ കുട്ടിയുടെ പേരെഴുതി ഹൈറ്റ് എഴുതി ഓരോ കുട്ടികളുടെ പേരും ഹൈറ്റും എഴുതി വരികയാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ പോപ്പുലേഷൻ തന്നെ നമുക്ക് എടുക്കാം. പോപ്പുലേഷൻ തന്നെ ഇന്ത്യയുടെ ചൈനയുടെ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് അപ്പുറത്ത് അതിൻ്റെ കണക്കുകൾ എഴുതുമ്പോൾ അതെന്തായി? ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷനായി. ചുരുക്കത്തിൽ നമ്മുടെ സ്കൂളിൽ നടത്തുന്ന ഒരു ടെസ്റ്റിൽ നമ്മൾ ഓരോ കുട്ടികളുടെയും പേരെഴുതി അതിന് നേരെ മാർക്ക് എഴുതുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷനാണ്. അല്ലെങ്കിൽ പെൺകുട്ടികളുടെ ആവറേജ് മാർക്ക് ഇത്ര, ആൺകുട്ടികളുടെ ആവറേജ് മാർക്ക് ഇത്ര എന്ന് കാണുന്നതും എന്താണ്? ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പോൾ നമ്മൾ ഈ 4 ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷനും ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾ വേണ്ടത് ഇത് നോട്ടിലേക്ക് എഴുതണം. കൃത്യമായിട്ട് ഓരോന്നും ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്താണ്? വളരെ വലിച്ചു വാരിയൊന്നും എഴുതേണ്ട കാര്യമില്ല, വളരെ കുറച്ച് നിങ്ങളത് മാർക്ക് ചെയ്യുക. ഫസ്റ്റ് സെൻറ്റൻസ് മാർക്ക് ചെയ്യുക. ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ ഓൺ ദ ബേസിസ് ഓഫ് ടൈം ഇസ് നോൺ ആസ് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. In such a classification, data are classified either in ascending or in descending order with reference to time. ആ 2 സെൻറ്റൻസ് ആണ് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. നോട്ടിലേക്ക് എഴുതണം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യാം? ആ പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ എന്നുള്ള ടേബിൾ ഒന്ന് വരക്കാം. ആ ടേബിൾ വരക്കുമ്പോൾ 3 എണ്ണം 10-15 എണ്ണമുള്ള റോസ് ഉള്ള ടേബിളാണ് നമുക്ക് തന്നത്. അത്രയൊന്നും വേണ്ട, നിങ്ങൾക്ക് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ 1951, 1961 അങ്ങനെ ഒരു 4 എണ്ണം മാത്രം മതി. എന്നിട്ട് അതിൻ്റെ നേരെയുള്ള ഡാറ്റയും ഒന്നും എഴുതാം. എല്ലാതൊന്നും എഴുതണമെന്നില്ല, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് പേപ്പർ നോക്കുന്നവർക്ക് മനസ്സിലാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത്ര എഴുതുന്നത്. അടുത്തത് സ്പേഷ്യലും ഇതുപോലെ എന്താണ് നിങ്ങൾ മാർക്ക് ചെയ്യുക. ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ ഓൺ ദ ബേസിസ് ഓഫ് ജോഗ്രഫിക്കൽ ഓർ ലൊക്കേഷണൽ ഡിഫറൻസസ് കോൾഡ് ജോഗ്രഫിക്കൽ ഓർ സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ. ആ ആദ്യത്തെ ഒരു സെൻറ്റൻസ് മാത്രം മതി. അതിനുശേഷം നിങ്ങൾ അതിൻ്റെ താഴെയുള്ള ടേബിള് എഴുതി വെക്കാം. ഓക്കെ, അടുത്തത് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. ഇറ്റ്സ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ ഓൺ ദ ബേസിസ് ഓഫ് ക്വാളിറ്റീസ്. മലയാളത്തിലായാലും മലയാളം എഴുതുന്നവരായാലും ടീച്ചർ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ 1ാമത്തെ സെൻറ്റൻസ് 2ാമത്തെ സെൻറ്റൻസ് എന്നൊക്കെ പറയുന്നത്. നിങ്ങളത് മലയാളത്തിലും കൂടെ മാർക്ക് ചെയ്ത് എഴുതാം കേട്ടോ. കൃത്യമായിട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ക്വാളിറ്റേറ്റീവിലും ഫസ്റ്റ് സെൻറ്റൻസ് നോക്കിയാൽ നിങ്ങൾ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ ഓൺ ദ ബേസിസ് ഓഫ് qualities or attributes is called qualitative classification. For example, qualities such as gender, nationality, religion, literacy, marital status, etc. അവിടെ വരെ വേണം കേട്ടോ. എന്നാലും നമുക്ക് എപ്പോഴും ഓഡ് വണ്ണിനെ സെലക്ട് ചെയ്യാനൊക്കെ വരും. അതായത് ക്വാളിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് തരംതിരിക്കാനൊക്കെ ആയിട്ട് വരും. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ ഇത്രയും എക്സാമ്പിൾസ് ക്വാളിറ്റേറ്റീവിൽ പഠിച്ചു വെക്കാം. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ആ ഫ്ലോ ചാർട്ട് ഒന്ന് വരക്കാം. പോപ്പുലേഷനിൽ നിന്ന് മെയിലായിട്ടും ഫീമെയിലായിട്ടും, മെയിലിൽ മാരീഡ് അൺമാരീഡ്, അതായത് ഫീമെയിലും മാരീഡ് അൺമാരീഡ് എന്നുള്ള ആ ഫ്ലോ ചാർട്ട് നിങ്ങളൊന്ന് വരച്ചു വെക്കുക. അത് എന്തിനെ കാണിക്കുന്നു? ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷനെ കാണിക്കുന്നു. അതുപോലെ ഇനി ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷനിൽ വരുന്നത് എന്താണ്?
നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്, ക്വാണ്ടിറ്റി അളവാണ് വരുന്നത്. അതിലും നിങ്ങൾ ആദ്യത്തെ സെൻറ്റൻസ് തന്നെ മാർക്ക് ചെയ്യുക. ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ ഓൺ ദ ബേസിസ് ഓഫ് ന്യൂമറിക്കൽ വാല്യൂസ് ഇസ് കോൾഡ് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. അത്രയും എഴുതി അതിൻ്റെ താഴെയുള്ള ടേബിളിൻ്റെ പകുതി നിങ്ങൾ എഴുതിയാൽ മതി കേട്ടോ. അതായത് ഒരു 40 to 50 വരെ വരുന്നത് അത്ര മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, അത്ര എഴുതുമ്പോൾ അത് കഴിഞ്ഞു. സ്റ്റുഡൻസ്, ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് വേരിയബിൾസ് എന്താണെന്നാണ്. 2 തരം വേരിയബിൾസ് ഉണ്ട്, ഡിസ്ക്രീറ്റ് വേരിയബിളും കണ്ടിന്യൂസ് വേരിയബിളും കേട്ടോ. അപ്പോൾ എന്താണ് വേരിയബിൾ? നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. എന്താണ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ, അതായത് എ മെഷറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഹൂസ് വാല്യൂസ് മേ ബി ചേഞ്ച് ഓവർ ടൈം. അതായത് സമയബന്ധിതമായി മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന എന്താണ് മെഷറബിൾ ആയിട്ടുള്ള, അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്ന ക്യാരക്ടറിസ്റ്റിക്കിനെയാണ് എന്ത് പറയുക, വേരിയബിൾ എന്ന് പറയുന്നത്. അതിൻ്റെ പേരിൽ തന്നെയുണ്ട് വേരിയബിൾ, വേരി ചെയ്യുന്നത്, സമയബന്ധിതമായി മാറ്റങ്ങൾ ഉണ്ടാകുന്ന ആ വാല്യൂസിനെയാണ് നമ്മൾ ചരങ്ങൾ അഥവാ വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, വേരിയബിൾസ് 2 തരമുണ്ട്. എന്തൊക്കെയാണ്? ഡിസ്ക്രീറ്റും കണ്ടിന്യൂസും. അപ്പോൾ നമ്മൾ ഇനി സ്റ്റാറ്റിസ്റ്റിക്സിൽ ഉടനീളം പ്രോബ്ലം ചെയ്യുമ്പോഴൊക്കെ ഡാറ്റയെ 2 തരത്തിൽ നമ്മൾ അനലൈസ് ചെയ്ത് പഠിക്കും. 2 അല്ല 3 തരത്തിലൊരു ഇൻഡിവിജ്വലും കൂടെ ഉണ്ട്. അപ്പോൾ ഇൻഡിവിജ്വൽ, ഡിസ്ക്രീറ്റ്, കണ്ടിന്യൂസ് എന്നിങ്ങനെ 3 ആയിട്ട് തരംതിരിച്ചാണ് നമ്മൾ ആവറേജസും ഒക്കെ കാണാൻ പഠിക്കുന്നത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട പഠിക്കേണ്ടത് 2 കാര്യമാണ്, ഡിസ്ക്രീറ്റും കണ്ടിന്യൂസും. ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഡിസ്ക്രീറ്റിൽ എല്ലാത്തരം ചരങ്ങളെയും സ്വീകരിക്കാൻ കഴിയുന്ന വേരിയബിളിനെയാണ് നമ്മൾ ഡിസ്ക്രീറ്റ് എന്ന് പറയുന്നത്. ഡിസ്ക്രീറ്റിന് എക്സാമ്പിൾ അല്ല കേട്ടോ, ഇത് കണ്ടിന്യൂസിന് എക്സാമ്പിൾ ആണ്. അതായത് ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സാക്റ്റ് ആയിട്ട് ഒരു ന്യൂമറിക്കൽ വാല്യൂ ആയിരിക്കും. അതായത് എ ഡിസ്ക്രീറ്റ് വേരിയബിൾ ക്യാൻ ടേക്ക് ഓൺലി സെർട്ടൈൻ വാല്യൂസ്. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 എന്ന് പറയുന്ന വാല്യൂ, അത് 2 മാത്രമേ ഉള്ളൂ. അതിൽ 1.5 ഇതിൽ വരുന്നില്ല, 2.3 ഇതിൽ വരുന്നില്ല. 2 എന്ന് പറഞ്ഞാൽ അത് 2 മാത്രമാണ്. അതുപോലെ 10 എന്നുള്ളത് അല്ലെങ്കിൽ 12 എന്നുള്ളത് ഏതൊരു ന്യൂമറിക്കൽ ക്യാരക്ടറിസ്റ്റിക് എടുത്താലും അതിൻ്റെ എക്സാക്റ്റ് വാല്യൂ മാത്രം ഉൾപ്പെടുന്നതാണ് ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ? അതായത് അൺലൈക്ക് കണ്ടിന്യൂസ് വേരിയബിൾ, ഡിസ്ക്രീറ്റ് വേരിയബിൾ കനോട്ട് ടേക്ക് എനി ന്യൂമറിക്കൽ വാല്യൂ. അതായത് എന്താണ്, എ ഡിസ്ക്രീറ്റ് വേരിയബിൾ ക്യാൻ ടേക്ക് ഓൺലി സെർട്ടൈൻ വാല്യൂസ്. എല്ലാ ഇതിൻ്റെ ഇടയിൽ പറഞ്ഞ എല്ലാം കൂടെ ഉൾപ്പെടുന്നില്ല. അതേസമയം കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എ കണ്ടിന്യൂസ് വേരിയബിൾ ക്യാൻ ടേക്ക് എനി ന്യൂമറിക്കൽ വാല്യൂ. എന്താണ്, ഇറ്റ് ടേക്ക് ഇൻ്റഗ്രൽ വാല്യൂ ഓൾസോ. അതായത് ഇൻ്റഗ്രൽ, അപ്പോൾ 1/2, 2/3, √3 ഒക്കെ എക്സാമ്പിൾസ് ആണ്. അതായത് ഇൻ ബിറ്റ്വീൻ എന്നൊക്കെ പറയും. അപ്പോൾ നമുക്ക് 0 and 5 ഇൻ ബിറ്റ്വീൻ അങ്ങനെ പറയുമ്പോൾ 0ക്കും 5നും ഇടയിലുള്ള ഏതൊരു വാല്യൂസ് എന്തിൽ വരും, ഈ കണ്ടിന്യൂസ് സീരീസിൽ വരും, അല്ലെങ്കിൽ കണ്ടിന്യൂസ് വേരിയബിൾ ആയിട്ട് വരും. 0.5 എന്നുള്ളത് ഇൻ ബിറ്റ്വീൻ 0 and 1 ആണ് അല്ലേ. അതുപോലെ ഇപ്പോൾ 1.10, 1.10 അതെന്താണ്, ഇൻ ബിറ്റ്വീൻ 1 and 10, 1 and 5 ഇടയിലായിട്ട് വരും. അപ്പോൾ ഇത്തരത്തിൽ എന്താണ്, ഡാറ്റയെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഈ 2 വേരിയബിളിനെ കുറിച്ച് നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. അപ്പം നിങ്ങളൊന്ന് ആ ടെക്സ്റ്റിൽ മാർക്ക് ചെയ്തേ, ബാക്കി നിങ്ങൾ ടെക്സ്റ്റിൽ വായിക്കുമ്പോൾ അറിയാൻ പറ്റും. ആദ്യമായിട്ട് വാട്ട് ഇസ് എ വേരിയബിൾ എന്നുള്ളത് നിങ്ങൾ മാർക്ക് ചെയ്യുക. എന്താണ് അതിൽ ആദ്യത്തെ സെൻറ്റൻസ്, എ മെഷറബിൾ ക്യാരക്ടറിസ്റ്റിക് ഹൂസ് വാല്യൂ ചേഞ്ചസ് ഓവർ ടൈം ഇസ് കോൾഡ് എ വേരിയബിൾ. അത് മാർക്ക് ചെയ്യുക കേട്ടോ, അത്രയും മതി. ഇനി അതിൻ്റെ താഴെ വരുമ്പോൾ എന്താണ്, വേരിയബിൾസ് ക്ലാസിഫൈഡ് ഇൻ ടു 2 ടൈപ്സ്. എന്തൊക്കെയാണ്, കണ്ടിന്യൂസ് വേരിയബിൾ ആൻഡ് ഡിസ്ക്രീറ്റ് വേരിയബിൾ. കണ്ടില്ലേ, അത് ടിക്ക് ചെയ്യാം. അതിനുശേഷം ആദ്യം നമ്മൾ എന്ത് ചെയ്താൽ കണ്ടിന്യൂസ് വേരിയബിൾ എഴുതാം. എന്താണ് കണ്ടിന്യൂസ് വേരിയബിളിന് എഴുതേണ്ടത്? എ കണ്ടിന്യൂസ് വേരിയബിൾ ക്യാൻ ടേക്ക് എനി ന്യൂമറിക്കൽ വാല്യൂ. ഇറ്റ് ക്യാൻ ടേക്ക് ഇൻ്റഗ്രൽ വാല്യൂ, ഫ്രാക്ഷണൽ വാല്യൂ. കണ്ട, ഇൻ്റഗ്രൽ പറ്റും, അതായത് 1, 2, 3, 4 പോലുള്ളത്. അതുപോലെ ഫ്രാക്ഷണൽ വാല്യൂ പറ്റും, 1/2, 2/3, 3/4 പോലെയുള്ള, അല്ലെങ്കിൽ √3, √2, ഇതൊക്കെ എന്തിൽ വരും, കണ്ടിന്യൂസിൽ വരും. അത്രയും മാർക്ക് ചെയ്യുക കേട്ടോ. ഇറാഷണൽ നമ്പേഴ്സ് വരെ, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ കൺസിഡർ ദ ഹൈറ്റ് ഓഫ് സ്റ്റുഡൻറ്റ് ആസ് ഹി ഗ്രോസ് ഹെർ ഹൈറ്റ് ചേഞ്ചസ്. അത്രയൊന്നും നീണ്ട് നമ്മൾ പോകണമെന്നില്ല. നമ്മൾ നോട്ടിലേക്ക് എഴുതുമ്പോൾ ഇറാഷണൽ നമ്പേഴ്സ് വരെ ഉള്ളത് ആദ്യത്തെ 2 സെൻറ്റൻസ് മാർക്ക് ചെയ്യാം. അടുത്തത് ഡിസ്ക്രീറ്റ് വേരിയബിൾസ് എന്താണെന്ന് നോക്കാം. അതിൽ
രണ്ടാമത്തെ സെൻറ്റൻസ് പഠിച്ചാൽ മതി നിങ്ങൾ. എന്താണ്? എ ഡിസ്ക്രീറ്റ് വേരിയബിൾ ക്യാൻ ടേക്ക് ഓൺലി സെർട്ടൈൻ വാല്യൂസ്. ദോസ് വാല്യൂസ് ആർ ഐസൊലേറ്റഡ് ആൻഡ് ഡിസ്കണ്ടിന്യൂസ്. ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഡിസ്ക്രീറ്റ് ആണ്. ടീച്ചർ ഡിസ്ക്രീറ്റ് ആണ് മുകളിൽ എഴുതിയത് കേട്ടോ. ഡിസ്ക്രീറ്റ് ഒരിക്കലും കണ്ടിന്യൂസ് ആയിട്ട് പോണില്ല. എക്സാക്റ്റ് ഒരു വാല്യൂ മാത്രമേ അതിൽ വരണുള്ളൂ. അത്തരത്തിലുള്ളതാണ് എന്ത്? ഡിസ്ക്രീറ്റ് വേരിയബിൾ. എന്നിട്ട് അടുത്ത പാരഗ്രാഫിലുള്ള എക്സാമ്പിൾ കൂടി ഒന്ന് എഴുതി വെക്കുക. ഫോർ എക്സാമ്പിൾ, ടേക്ക് എ വേരിയബിൾ ലൈക്ക് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്, ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ എ ഫാമിലി. അത്രയും. അതായത് ഒരു ഫാമിലിയിലെ നമ്പർ, ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം, അത് എക്സാക്റ്റ് നമ്പറാണ് അല്ലേ, ഒരു നമ്പറാണ്. അത് ആണ് എന്തിൽ വരുന്നത്? ഡിസ്ക്രീറ്റിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഡിസ്ക്രീറ്റും കണ്ടിന്യൂസും എപ്പോഴും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറഞ്ഞ് എക്സാമിന് വരാറുള്ളതാണ്. ഇത് നിങ്ങൾ ലേസി ആയിട്ട് കളയരുത്, വിട്ട് കളയരുത്. ഇമ്പോർട്ടൻ്റ് അല്ലാന്ന് വെച്ചാൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ്. അവിടെ മാർക്ക് ചെയ്തിടുക, വെരി ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് കേട്ടോ. അതിനുശേഷം അടുത്തത് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസിലേക്ക് കടക്കുന്നു. എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസ് എന്ന് കേട്ടോ? സീരീസിനെ 3 തരംതിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു അതിൽ ഈ ഡിസ്ക്രീറ്റും കണ്ടിന്യൂസും ഒക്കെ വരും. അതായത് ഏതൊരു റോ ഡാറ്റയെയും നമ്മൾ ക്ലാസിഫൈ ചെയ്താൽ അതിൻ്റെ വോളിയം അനുസരിച്ച് അതിനെ ഇൻഡിവിജ്വൽ ആണോ, ഡിസ്ക്രീറ്റ് ആണോ, കണ്ടിന്യൂസ് ആണോ എന്ന് തീരുമാനിക്കണം. അപ്പോൾ സീരീസിൽ, അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസിനെ നമുക്ക് എന്ത് ചെയ്യാം? 3 പറയുന്നുണ്ട്. ഒന്ന് എന്താണ്? ഇൻഡിവിജ്വൽ സീരീസ്. ടീച്ചർ പറയുന്നതിൻ്റെ ഒപ്പം തന്നെ പേര് പറഞ്ഞു പോവുക. കുട്ടികൾക്ക് പലപ്പോഴും പറ്റാറ് ഇതിൻ്റെ ഒന്നും പേര് മനസ്സിലാക്കാതെ പോയിട്ട് എക്സാമിന് എഴുതാൻ പറ്റാതെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഒപ്പം തന്നെ പറഞ്ഞു പോവുക. എന്താണ്? ഇൻഡിവിജ്വൽ സീരീസ്. അടുത്തത് ഡിസ്ക്രീറ്റ് സീരീസ്. ഡിസ്ക്രീറ്റ് സീരീസ്. മൂന്നാമത്തത് കണ്ടിന്യൂസ് സീരീസ്. കണ്ടിന്യൂസ് സീരീസ്. അപ്പോൾ ഇതിൽ ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്താണെന്നും കണ്ടിന്യൂസ് വേരിയബിൾ എന്താണെന്നുമാണ് നമ്മൾ നേരത്തെ പഠിച്ചത്. ഇനി നമ്മൾ ഈ റോ ഡാറ്റയെ ഇങ്ങനെ ഈ 3 സീരീസുകളിലാക്കിയിട്ട് തരംതിരിക്കുന്നത് എങ്ങനെയാണ് എന്നാണ് നോക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഡാറ്റയെ ഇപ്പോൾ നിങ്ങൾക്കൊരു പരീക്ഷ എടുത്താൽ അതിൻ്റെ മാർക്ക് ടീച്ചർ റോൾ നമ്പർ ബേസിൽ ഇങ്ങനെ എഴുതാണ്. ഇപ്പോൾ അസെൻഡിങ്ങിലോ ഡിസെൻഡിങ്ങിലോ ആയിട്ട് നമ്മൾ എഴുതാണ്. ഫോർ എക്സാമ്പിൾ, റോൾ നമ്പർ 1 2 3 4. ഇപ്പം നിങ്ങളുടെ ക്ലാസ്സിൽ 60 കുട്ടികളുണ്ടാവാം. 60 വരെ എഴുതി പോവാണ്. എന്നിട്ട് മാർക്സ് ഇൻ ഇക്കണോമിക്സ് കേട്ടോ. ഇക്കണോമിക്സിന് കിട്ടിയ മാർക്കാണ് നമ്മൾ ഇവിടെ എഴുതി പോകുന്നത്. അതൊരു കുട്ടിക്ക് ഇപ്പോൾ 15 എടുത്ത കുട്ടിക്കാണെങ്കിൽ 14 കിട്ടി, 15 കിട്ടി, 10 കിട്ടി, വീണ്ടും 14 കിട്ടി. അങ്ങനെ ഓരോ കുട്ടികൾക്കും കിട്ടിയ മാർക്ക് നമ്മളിങ്ങനെ നേരെ എഴുതി പോകുന്നു. ഇതാണ് എന്ത്? ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറഞ്ഞാൽ. ഇപ്പം നമ്മൾ അസെൻഡിങ്ങിലോ ഡിസെൻഡിങ്ങിലോ ഓർഗനൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ റോൾ നമ്പർ നമ്മൾ അസെൻഡിങ് ഓർഡറിലാണ് എഴുതിയിട്ടുള്ളത് അല്ലേ, മാർക്കല്ല. ഇനി വേണമെങ്കിൽ മാർക്ക് നമ്മൾ അസെൻഡിങ് ഓർഡറിൽ എഴുതി അങ്ങനെയും നമുക്ക് ചെയ്യാം അല്ലേ. അപ്പം ഇത്തരത്തിൽ ലഭിച്ച ഡാറ്റയെ അസെൻഡിങ്ങിലോ ഡിസെൻഡിങ്ങിലോ അറേഞ്ച് ചെയ്യുന്നതിനാണ് ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ പ്രത്യേകമായിട്ട് മക്കളെ സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസ് എന്താണെന്ന് എഴുതി ഈ 3 സീരീസുകൾ എഴുതി അതിൽ ഓരോന്നും ടേബിൾ വരച്ച് നമ്മൾ നമ്മുടെ ബുക്കിൽ എഴുതിയിട്ടുണ്ടാവണം കേട്ടോ. അടുത്തത് എഴുതേണ്ട കാര്യങ്ങൾ ടീച്ചർ ഈ ഭാഗം എടുത്തു കഴിഞ്ഞിട്ട് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അടുത്തത് ഡിസ്ക്രീറ്റ് സീരീസ്. ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ 60 ടീച്ചർ തന്നെ വേണ്ട, ആകെ ഇവിടെ 4 എണ്ണം എഴുതിയുള്ളൂ. കാരണം നമ്മളെ ബോർഡിൽ സ്ഥലമില്ല, നിങ്ങൾ 60 കുട്ടികളുടെ മാർക്ക് എഴുതാനായിട്ട് അല്ലേ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിനെ ഒന്ന് ചുരുക്കി എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മൾ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് ചുരുക്കുകയാണ്. അതായത് കുട്ടികൾക്ക് കിട്ടിയ മാർക്ക് എഴുതുകയാണ്. എന്നിട്ട് നമ്പർ ഓഫ് സ്റ്റുഡൻസ് കേട്ടോ. അപ്പോൾ മാർക്സ് അതായത് നമ്മളൊരു 20 എടുത്ത പരീക്ഷയായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് 0 മാർക്ക് കിട്ടിയ കുട്ടികളുണ്ട്, 4 മാർക്ക് കിട്ടിയ കുട്ടികളുണ്ട്, 5 കിട്ടിയ കുട്ടികളുണ്ട്, 10 കിട്ടിയ കുട്ടികളുണ്ട്, 16 കിട്ടിയ കുട്ടികളുണ്ട്, 19 കിട്ടിയ കുട്ടികളുണ്ട്, 20 കിട്ടിയ കുട്ടികളുണ്ട്. അപ്പോൾ കിട്ടിയിട്ടുള്ള എല്ലാ മാർക്കും ഇവിടെ മാർക്കിൽ വരണം. അപ്പോൾ ഇതിനിടക്ക് 3 ഉണ്ടെങ്കിൽ 3 ഇവിടെ വന്നിട്ടുണ്ടാവണം. മനസ്സിലായോ? അല്ലെങ്കിൽ ആ 3 എഴുതേണ്ട ആവശ്യമില്ല. കാരണം 0 ആണ്, ഒറ്റ കുട്ടിക്കും കിട്ടിയിട്ടില്ലല്ലോ. 0 മാർക്ക് കിട്ടിയ ഒരു കുട്ടി ആ ക്ലാസ്സിൽ ഒരു കുട്ടിയായിരുന്നു. 4 മാർക്ക് കിട്ടിയ 10 കുട്ടികളുണ്ടായിരുന്നു. 5 മാർക്ക് കിട്ടിയ 5 കുട്ടികളുണ്ടായിരുന്നു.
10 മാർക്ക് കിട്ടിയവരാണ് ഏറ്റവും കൂടുതൽ 15 കുട്ടികൾ. 16 മാർക്ക് കിട്ടിയ 8 കുട്ടികൾ, 19 മാർക്ക് കിട്ടിയ 4 കുട്ടികൾ, 20 മാർക്ക് കിട്ടിയ 2 കുട്ടികൾ. മനസ്സിലായോ? നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട് മൊത്തം? അതറിയാൻ നമ്മൾ ഇതൊന്ന് ആഡ് ചെയ്താൽ മതി. 15, 16, 26, 29, 30, 37, 41, 42, 43 കുട്ടികളാണ് ഈ ക്ലാസ്സിലുള്ളത് അല്ലേ? എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പഠിച്ചിട്ട് പെട്ടെന്ന് കൂട്ടിയതാണ്. 43 കുട്ടികളാണ് ഈ ക്ലാസ്സിലുള്ളത്. ഈ 43 കുട്ടികൾക്കായിട്ട് കിട്ടിയ മാർക്കുകളാണ് 0 മാർക്ക് കിട്ടിയ ഒരാള്, 4 മാർക്ക് കിട്ടിയ 10 ആള്. അപ്പോൾ ഇത് നമ്മൾ ഇൻഡിവിജ്വൽ സീരീസിലാണ് എഴുതേണ്ടത് എങ്കിൽ എങ്ങനെ എഴുതുമായിരുന്നു? ഇൻഡിവിജ്വലാണെങ്കിൽ 1 മുതൽ ഈ 43 കുട്ടികളുടെ റോൾ നമ്പർ എഴുതും. ഈ 43 കുട്ടികൾക്ക് കിട്ടിയ മാർക്ക് എഴുതണമായിരുന്നു അല്ലേ? ഇതിനെ നമ്മൾ എന്താണ് ഡിസ്ക്രീറ്റിലേക്ക് എഴുതിയപ്പോൾ, ഡിസ്ക്രീറ്റ് സീരീസിൽ എഴുതിയപ്പോൾ അതിനെ എന്താക്കി മാറ്റി? അതായത് ഇന്ന മാർക്ക് കിട്ടിയ കുട്ടികൾ എന്നുള്ള രീതിയിലേക്ക് അതിനെ മാറ്റാനായിട്ട് കഴിഞ്ഞപ്പോൾ ആ ടേബിൾ എന്തായി? ഒന്ന് ചെറുതായി. അപ്പോൾ ഡാറ്റയെ നമ്മൾ പ്രിസൈസ് ആക്കാനും സിമ്പിൾ ആക്കാനും നമുക്ക് എന്താണ് ഡിസ്ക്രീറ്റ് സീരീസ് ഉപയോഗപ്രദമാണ്. അപ്പോൾ മാറിപ്പോകരുത്. ഓരോ സീരീസിൻ്റെയും പ്രത്യേകത. ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റ് ഫ്രീക്വൻസി ഉണ്ടാവില്ല, ജസ്റ്റ് റോൾ നമ്പറും മാർക്സും നേരിട്ട് എഴുതുന്നതാണ്. ഡിസ്ക്രീറ്റിൽ വരുമ്പോൾ ഈ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നതാണ് ഫ്രീക്വൻസി. എഫ് ഫ്രീക്വൻസി കേട്ടോ. അതായത് ഇവിടെ ഫ്രീക്വൻസിയാണ് ആവർത്തിക്കപ്പെടുന്നത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. 0 എന്നുള്ളത് ഒരു പ്രാവശ്യം, 4 മാർക്ക് കിട്ടിയ 10 പേരുണ്ട്. അപ്പൊ 4 എന്ന മാർക്ക് 10 പ്രാവശ്യം ആവർത്തിക്കപ്പെടുന്നുണ്ട്. 5 എന്ന മാർക്ക് 5 പ്രാവശ്യം ആവർത്തിക്കപ്പെടുന്നുണ്ട് അല്ലെ? ആ ആവർത്തിയാണ് എഫ് എന്നുള്ളത്. ആ ആവർത്തിയുടെ ടോട്ടലാണ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദാറ്റ് ക്ലാസ്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്ത സീരീസിലേക്ക് കടക്കുകയാണ്. ഏതാണ്? കണ്ടിന്യൂസ് സീരീസ് കേട്ടോ. കണ്ടിന്യൂസ് സീരീസിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡാറ്റയുടെ വോളിയം കുറച്ചുകൂടെ വലുതാണെങ്കിൽ, ഡാറ്റയുടെ വോളിയം കുറച്ചുകൂടി വലുതാണ് എന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു 1000 പേരുടെ ലിസ്റ്റാണ് എടുക്കുന്നത്, 1000 പേരുടെ മാർക്കാണ് അല്ലെങ്കിൽ 1000 പേരുടെ ഹൈറ്റ് ആണ് എടുക്കുന്നത് എന്ന് വിചാരിക്കുക. അപ്പം ഈസി ആണോ? നിങ്ങൾ ആലോചിച്ചേ. ഇങ്ങനെ നേരെ 1000 പേരുടെ മാർക്കുകൾ എഴുതി പോകുക എന്ന് പറഞ്ഞാൽ ഈസിയാണോ? അല്ല. ഇനി 1000 പേർക്ക് കിട്ടിയ മാർക്ക്, ഇനിയിപ്പോൾ അതൊരു 100-ലെടുത്ത പരീക്ഷയാണ്, 100 വരെയുള്ള മാർക്കുകൾ ഈ 1000 പേർക്കും കിട്ടിയിട്ടുണ്ടാവും. അതായത് 0 മുതൽ 100 വരെയുള്ള എല്ലാ മാർക്കുകളും കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതും എളുപ്പമാണോ? അല്ല. 1 മുതൽ 100 വരെ നമ്പർ ഇട്ട് ആ കിട്ടിയ കുട്ടികളുടെ എണ്ണം എഴുതാന്ന് പറഞ്ഞാൽ അപ്പോൾ ഡിസ്ക്രീറ്റും എളുപ്പമല്ല. അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ കണ്ടിന്യൂസ് സീരീസ് ഉപയോഗിക്കുന്നത്. അതിന് കണ്ടിന്യൂസ് വേരിയബിൾ നമ്മൾ പഠിച്ച പോലെ ഒരു പെർട്ടിക്കുലർ ലിമിറ്റിനുള്ളിൽ വരുന്ന എല്ലാ വേരിയബിൾസും എന്തിൽ വരും? ഈ കണ്ടിന്യൂസ് സീരീസിൽ വരും. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇൻഡിവിജ്വൽ സീരീസിൽ ഫ്രീക്വൻസി ഇല്ല, ഡിസ്ക്രീറ്റ് സീരീസിൽ ഫ്രീക്വൻസി ഉണ്ട്. ഇനി കണ്ടിന്യൂസ് സീരീസിന്റെ പ്രത്യേകത, അവിടെ ഫ്രീക്വൻസിയും ഉണ്ട് ക്ലാസ്സും ഉണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മൾ കുട്ടികളെ അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഒബ്ജക്റ്റിന് നമ്മൾ ക്ലാസ്സുകളായിട്ട് തരംതിരിക്കുകയാണ്. എന്നിട്ട് ഫ്രീക്വൻസി, അതായത് നമ്പർ ഓഫ് ഐറ്റം കൂടെ നമ്മൾ എഴുതുകയാണ്. അതായത് 0 മുതൽ, ഇപ്പം നമ്മൾ റോൾ നമ്പർ ആണെങ്കിൽ 0 മുതൽ 10 വരെയുള്ളത്, 10 മുതൽ 20 വരെയുള്ളത്, 20 മുതൽ 30 വരെയുള്ളത്, 30 വരെയുള്ളത് മുതൽ 40 വരെ, 40 മുതൽ 50 വരെയുള്ളത്. ഓക്കെ, ക്ലാസ്സസ് 0 to 10, 10 to 20, 20 to 30, 30 to 40 and 40 to 50. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിന് നമ്മൾ മാർക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് കിട്ടിയ കുട്ടികളുടെ എണ്ണമാണ് നമ്മൾ ഫ്രീക്വൻസി ആയിട്ട് എടുക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അത് 10, 16, 35, 30, 20 എത്രയായി ടോട്ടല്? 60, 80, 90, 100, 110, 111, 117 അല്ലേ? ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇവിടെ 117 ആണ്. കണ്ടോ? ആ 117 പേരെ നമ്മൾ അവർക്ക് കിട്ടിയ മാർക്കുകൾ നമ്മൾ വളരെ ചുരുങ്ങിയ രൂപത്തിൽ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ ഈ കണ്ടിന്യൂസ് സീരീസ് ഉപയോഗിച്ച് കഴിഞ്ഞു. അതായത് ഇവിടെ 0-നും 10-നും ഇടയിലുള്ള മാർക്ക് കിട്ടിയ 10 കുട്ടികളുണ്ട്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം,
ഇതിൽ എക്സാക്ട് മാർക്ക് എത്രയായിരുന്നോ കുട്ടികൾക്ക് കിട്ടിയെന്ന് പറയാൻ പറ്റില്ല. അതായത് 8 കിട്ടിയ കുട്ടി ഏതാണ്, 9 കിട്ടിയ കുട്ടി ഏതാണ്, 5 കിട്ടിയ കുട്ടി എത്രയാണെന്നൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അതായത് 10 to 20ലും ഓക്കെ. അപ്പോൾ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ അവിടെ ക്ലാസ് ഉണ്ടാകും എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ഓർക്കുക. എന്താണ്? കണ്ടിന്യൂസ് സീരീസിൽ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. അതുപോലെ എന്താണ്? ഫ്രീക്വൻസിയും ഉണ്ടായിരിക്കും. അപ്പോൾ ഒന്നും കൂടെ ടീച്ചർ പറയാം, ഇൻഡിവിജ്വൽ സീരീസിൽ ക്ലാസ്സും ഇല്ല ഫ്രീക്വൻസി ഇല്ല, നേരിട്ട് ഡാറ്റയെ അസെൻഡിങ് ഓർഡറിൽ എഴുതുന്നതാണ്. ഡിസ്ക്രീറ്റ് സീരീസിൽ വരുമ്പോൾ അവിടെ ക്ലാസ്സുകളില്ല, മറിച്ച് ഓരോ വാല്യൂവും എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു, അതായത് അതിൻ്റെ ഫ്രീക്വൻസി വരുന്നുണ്ട്. പിന്നെ കണ്ടിന്യൂസ് സീരീസിൽ വരുമ്പോൾ ക്ലാസ്സുകളായിട്ടുമുണ്ട്, അതേപോലെ തന്നെ എന്താണ്? ഫ്രീക്വൻസിയും ഉണ്ടായിരിക്കും. ഓക്കെ, ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഓരോന്നും മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസ് എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസ് ഒന്ന് നോക്കിയേ. ദ അറേഞ്ച്മെന്റ് ഓഫ് ക്ലാസിഫൈഡ് ഡാറ്റ ഇൻ സർട്ടൈൻ ലോജിക്കൽ ഓർഡർ ഇസ് നോൺ ആസ് സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസ്. ആ ഒരു സെന്റൻസ് മാർക്ക് ചെയ്യുക. അതായത് ലോജിക്കൽ ആയിട്ടുള്ള ഓർഡറിൽ ഡാറ്റയെ അറേഞ്ച് ചെയ്തതിന് സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസ് എന്ന് പറയുന്നു. ഇത് 3 തരമുണ്ട്: ഇൻഡിവിജ്വൽ, ഡിസ്ക്രീറ്റ്, കണ്ടിന്യൂസ്. ഇൻഡിവിജ്വൽ സീരീസ് എന്നാണ്? An individual series is one in which items are listed singly. In this series, there is no class of items frequency of the item. ആദ്യത്തെ 2 സെന്റൻസ് മാർക്ക് ചെയ്യുക, നിങ്ങൾ ആ ടേബിൾ എഴുതുക. അതിനുശേഷം ഡിസ്ക്രീറ്റ് സീരീസിലെയും എന്ത് ചെയ്യുക? ജസ്റ്റ് ആ ഡെഫിനിഷൻ ഒന്ന് എഴുതി വെക്കുക. അതായത് ഡിസ്ക്രീറ്റ് സീരീസ് ഇസ് വൺ ഇൻ വിച്ച് ഓൾ വാല്യൂസ് ആർ ഡിവൈഡഡ് ഇൻ ടു സർട്ടൈൻ ഗ്രൂപ്പ്സ്. ദീസ് ഗ്രൂപ്പ്സ് ആർ ബ്രോക്കൺ ആൻഡ് നോട്ട് കണ്ടിന്യൂസ്. ഈച്ച് ഗ്രൂപ്പ് ഈസ് ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് ഡിഫറെൻറ്റ് ഫ്രം അതർ ഗ്രൂപ്പ്. അത്രയും മതി കേട്ടോ. അത്രയും മാർക്ക് ചെയ്യുക, ആ ടേബിൾ എഴുതുക. കണ്ടിന്യൂസും നിങ്ങൾ ആ ഡെഫിനിഷൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ ഡെഫിനിഷൻ എഴുതിയിട്ട് ആ ടേബിൾ വരച്ച് വെക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഓക്കെ, ഇതിപ്പോൾ ഓണല്ലേ, ഇത് കഴിഞ്ഞ്